യമ്മ ഒരു കൊച്ചു പെൺകുട്ടി, അവൾക്കൊരു കുസൃതി പാവക്കുട്ടിയുണ്ട്, അതിൻ്റെ പേര് ടെഡിബേർ എന്നാണ്. അതുപോലെ അവളുടെ ഒരു കൊച്ചു വീട്, മനോഹരമായൊരു വീട്. ആ ഒരു വീട്ടിൽ നിന്ന് രാവിലെ തൻ്റെ ജീവിതത്തിൻ്റെ ബോറടി മാറ്റുന്നതിന് വേണ്ടി ഉല്ലാസയാത്രയ്ക്ക് ഒരുങ്ങിയ ഈ കൊച്ചു പെൺകുട്ടിയുടെ സാഹസികമായ യാത്രയുടെ തരംഗലീലകൾ ഉണർത്തുന്ന കഥാഖ്യാനമാണ് ഇതിലൂടെ നടത്തുന്നത്. അപ്പോൾ ആദ്യം തുടങ്ങുന്നത് തന്നെ വീട്ടിൽ അതൊക്കെ വായിച്ചു കഴിയുമ്പോഴും രാവിലെ പോകുമ്പോൾ ഉച്ചയ്ക്ക് അച്ഛനമ്മമാരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ തിരിച്ചു വരണം. ഇപ്പം രാവിലെ പോയി ഉച്ചയ്ക്ക് മടങ്ങി വരുന്നതിനിടയിൽ എവിടെയൊക്കെ പോകാത്തത്, എന്തൊക്കെ കാണാത്തത് നിങ്ങൾ ആലോചിക്കണം. അതായത് നമ്മുടെ എന്താ പറയുക, മേഘപാളികളിലൂടെ സഞ്ചരിച്ചു, ഗോളാന്തര യാത്ര നടത്തി, ദിനോസറുടെ രാജ്യത്തിലേക്കുള്ള യാത്ര നടത്തി, ദിനോസറുകളുമായി സംബന്ധിച്ചു. അതിനിടയിൽ മറ്റൊത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ നഷ്ടപ്പെട്ടു പോയ ഒരു ഭൂപടത്തിന്റെ ശിഥില ഇതൊക്കെ ചേർത്തെടുക്കാൻ വേണ്ടി നടത്തുന്ന ഉദ്വേഗകരമായ ഒരു അന്വേഷണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കേൾക്കണം, അവിടെ ഡിസ്കോയെ പരിചയപ്പെടുത്തുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഡിസ്കോ ആരാ? അത് പിന്നെ ഡില്ലിയെ പരിചയപ്പെടുത്തുന്നു. ഡില്ലി ആരാ? ഒരു ഡോക്കി കഴുത. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ചിലപ്പോൾ നമ്മൾ ബർബേറിനെ പരിചയപ്പെടുത്തുന്നു, ഒരു ഗോൾഡ് ഫിഷിനെ പരിചയപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഒത്തിരി അസാധാരണമായ കഥാപാത്രങ്ങളെ ജീവനുള്ള മനുഷ്യ സ്വരൂപം നൽകി പേഴ്സോണിഫൈ ചെയ്ത് ഇതിനകത്ത് അവതരിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ദുഃഖിച്ചിരിക്കുന്ന ഡിസ്കോയുടെ നഷ്ടപ്പെട്ടു പോയ ആ മാപ്പിന്റെ ഓരോരോ ഭാഗങ്ങൾ എങ്ങനെ കണ്ടെത്തി എന്ന് വളരെ സരസമായി 6 ഭാഗങ്ങളിലൂടെയാണ് ആ മാപ്പിന്റെ അവശിഷ്ടങ്ങൾ ചേർത്ത് അത് മാപ്പാക്കി രൂപാന്തരപ്പെടുത്തിയത്. പിന്നീടുള്ള യാത്രകളിൽ മാപ്പ് നോക്കിയാണ്. ആ മാപ്പ് നോക്കിയും വേണം സാഗര ഗഗോരികളിലൂടെയുള്ള യാത്ര. 4 വജ്രശോഭയുള്ള രത്നങ്ങൾ കണ്ടുപിടിച്ചു. ഒന്ന് പച്ച, മഞ്ഞ, ചുവപ്പ്, പിന്നെ നീല, അല്ലേ? അതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചത്? നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതൊക്കെ യാദർശികമായ സംഭവങ്ങളിലൂടെ, സംഭവ പരമ്പരകളിലൂടെ, നമ്മൾ ആരും നിരൂപിക്കാത്ത സാഹചര്യങ്ങളിലൂടെ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ തപ്പിപ്പറിക്കുക, ഇതെല്ലാം കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ് പിന്നീട് പോകുന്നത് അടുത്ത ഗോളാന്തര യാത്രയാണ്. അത് കഴിഞ്ഞ് പ്രപഞ്ചം മുഴുവൻ കേവലം 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് ഈ അവസാനം ദിനോസറിന്റെ നാട്ടിലേക്ക് പോയി എല്ലാം കുറച്ച് സമയമെടുക്കും. അങ്ങനെയെല്ലാം പോയി എനിക്ക് ചിരി വന്ന് സമയമായി തിരിച്ചു മൊഴിക്ക് വീടിന്റെ തൊട്ടടുത്തുള്ള പൂവാടിയിൽ അവർ വന്ന് കൂടിയപ്പോൾ അവിടെ ഒരു ടേബിളിനകത്ത് കാപ്പി സർക്കിട്ട് അവിടെ ചെന്ന് നോക്കി ഈ പഴയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഡിസ്കോയുണ്ട്, അവിടെ ഡിജിലുണ്ട്, ദിലുണ്ട്, എല്ലാവരും അവിടെ കാപ്പിടിയായിരിക്കും. പെട്ടെന്നൊരു വാസ്തവിക ലോകത്തിലേക്ക് കഥാകാരി നമ്മളെ കൊണ്ടുവരുന്നു. അങ്ങനെ വളരെ രസകരമായ കൊച്ചു സംഭവങ്ങൾ, കൊച്ചു ഓർമ്മകൾ ഉണർത്തുന്ന എന്താ പറയുക, ഒരു നൂതന അനുഭൂതി മണ്ഡലം സൃഷ്ടിക്കാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ വായനാവത്സരത്തെ ഉണർത്താൻ ഈ പുസ്തകത്തിലെ ഓരോ പേജും സജ്ജമാണ്. ഇതൊക്കെ ഓരോ ചാപ്റ്ററിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഒരു സമയമാണ്. പുസ്തകം പരിചയപ്പെട്ട ഒരു ടീച്ചർ പരിചയപ്പെടുത്തിയ എനിക്ക് ഞാൻ സത്യം പറഞ്ഞ 5 മിനിറ്റ് പറയാനാണ്. റിയെ പറ്റി പറഞ്ഞു. ഞാൻ അറിയാതെ തന്നെ